ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഈ ലോകത്തെ നന്മ ചെയ്താലും ശത്രുക്കൾ ഉണ്ടാകും, തിന്മ ചെയ്താലും ശത്രുക്കൾ ഉണ്ടാവും. നല്ലതെന്ന് ഒരാൾ പറയണമെന്നുണ്ടെങ്കിൽ ചില്ലറ പാടൊന്നുമല്ല. അതിന് ഉത്തമ ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ കാണിച്ചു തരാം. നിങ്ങളൊക്കെ അറിയുന്ന ആൾ തന്നെയാണ്. കേട്ടില്ല? അച്ചായം. കാരണം ഒരുപാട് കുടുംബങ്ങൾക്ക്, അതായത് ഒന്നുമില്ല, ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ വയ്യാത്ത കുടുംബങ്ങളെ തേടി പിടിച്ച് പുതിയ വീട്, പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങള് എല്ലാം മേടിച്ചു കൊടുക്കും ഈ അച്ചായം. അച്ചായം ഭയങ്കര കാരുണ്യ പ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരാളാണ്. ആളെ സോഷ്യൽ മീഡിയ നന്നായിട്ട് സ്വീകരിക്കുന്നുണ്ട്, എല്ലാം എന്താ പറയാ, എല്ലാവരും നന്നായിട്ട് കൈയടിക്കുന്നുണ്ട്. പക്ഷെ ഈ ഇടയ്ക്കായിട്ട് സോഷ്യൽ മീഡിയ തന്നെ ഇയാൾക്കെതിരായി സംസാരിക്കൽ തുടങ്ങി. അതിന് പുള്ളി പറയുന്ന റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോടുള്ള അസൂയ കൊണ്ടാണ് ഇവരെങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ്. പക്ഷെ ഇതിന് മെയിനായിട്ട് സംഭവം എന്താ വെച്ചാൽ ഇവര് പിന്നെ ഇതിനൊക്കെ അച്ചായനെ മോശമാണ് എന്ന് പറയാൻ കാണിക്കുന്നത് മെയിനായിട്ട് ഒരു വോയിസ് ക്ലിപ്പിന്റെ പേരിലാണ്. ആ വോയിസ് ക്ലിപ്പ് ആർക്കാണ് വിട്ടതെന്ന് ചോദിച്ചാൽ അതിന് കറക്റ്റ് ആയിട്ടൊന്നുമില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ നന്നായി കളിക്കുന്നുണ്ട്. വോയിസ് ക്ലിപ്പ് ഇതാണ്, അത് കേക്ക്. ഇത്രയും സുന്ദരികളായ പെണ്ണുങ്ങളുണ്ടായിട്ട് അതുപോലെ ഇഷ്ടമാണ് നിന്നെ, എനിക്ക് അതുപോലെ ജീവനായി പോയടി വാവേ. കേട്ടോ നിങ്ങളെ? ഇത് പറയുന്നത് അച്ചായന്റെ ഒരു കുൽസിത പരിപാടി എന്നാണ്. പക്ഷെ ഇത് ഷെയർ ചെയ്യുന്ന മിക്ക ആളുകളും അച്ചായ ഇത്രയും കാലം ഇവർക്ക് വീട് കൊടുത്തു, അതുപോലെ മറ്റേ സ്ഥലം കൊടുത്തു, സാധനങ്ങൾ കൊടുത്തു, ഇതൊന്നും ആരും കണ്ടിട്ടില്ല. കുൽസിത പരിപാടി കിട്ടിയോടുകൂടെ അത് എളുപ്പം ഷെയർ ചെയ്യാൻ ആളുകളായി. പിന്നെ മനുഷ്യരല്ലേ, തെറ്റ് പറ്റിയേക്കാം, എല്ലാവരും ഇപ്പൊ പെർഫെക്റ്റ് ആണെന്നൊന്നുമില്ല. പക്ഷെ ഒരാളെ തളർത്തണം എന്ന് വിചാരിച്ചിട്ട് ഒരു കൂട്ടം എന്താ പറയാ, ഈ യൂട്യൂബേഴ്സും അതേമാതിരി സോഷ്യൽ മീഡിയയിൽ ഈ വ്ളോഗ് ചെയ്യുന്നവരും ഇറങ്ങി തിരിച്ചാ ആ മനുഷ്യൻ തളരുന്നെ ചെയ്യും. അതിനിപ്പോ സ്റ്റേജ് കയറി എത്ര മൈക്കിൽ അച്ചായം പറയാണ്, ഞാൻ തളരില്ല, എന്നെ തളർത്താൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തളർച്ച വീഴും. കാരണം എന്താ അറിയോ, പിന്നീട് ഇതിൽ ഇടപെടുക അവരുടെ കുടുംബമായിരിക്കും. നിങ്ങൾ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്കെതിരെ ഇങ്ങനെയല്ലേ ഈ സോഷ്യൽ മീഡിയ പറയുന്നത്, എന്തിനാണ് അപ്പൊ ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ നിൽക്കുന്നത്, നിങ്ങളിതൊക്കെ ഒഴിവായിക്കോളും എന്ന് പറയും. പക്ഷേ പലരും പറയുന്നു അങ്ങനെ സംഭവിക്കൂല, കാരണം അച്ചായന് ഇത് ബിസിനസ്സാണ് എന്നുള്ളത്. ഇങ്ങേർക്ക് ഗോൾഡിന്റെ കാര്യങ്ങളൊക്കെ പരിപാടികളുണ്ട്. അപ്പം പുള്ളിക്കാരന്റെ ബിസിനസ് വളർത്താന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഈ കാരുണ്യ പ്രവർത്തനാണ്. അപ്പൊ അതാണ് ഇപ്പോ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഇയാളെ കുറിച്ച് പറയുന്നത്. പക്ഷെ ഞാൻ ഇയാളുടെ ഒരുപാട് വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ കണ്ട 2-3 വീഡിയോസ് ഞാൻ ശരിക്ക് എനിക്കൊരു മനസ്സ് തട്ടിയ വീഡിയോസാ. അതെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നടക്കാൻ ഒരു വഴി പോലും ഇല്ല, അതുപോലെ തന്നെ താമസിക്കാൻ ഒരു വീടില്ല, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ മറ്റേ വകുപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കുറച്ച് ആളുകളെ പുള്ളിക്കാരൻ സഹായിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ എത്രയും വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നും വേണ്ട. ഇപ്പൊ മറ്റേ ഈ റോയി മരിച്ചില്ലേ, SCJ റോയി, പുള്ളിക്കാരൻ 101 വീട് കെട്ടിക്കൊടുത്തു. എന്നിട്ടും മരിച്ചപ്പോ മൂപ്പർക്ക് ഹേറ്റേഴ്സ് ഉണ്ടായത് എങ്ങനെയാണ് അറിയോ? പുള്ളിക്കാരൻ വേറെ ആരുടെയോ സ്വത്ത് അടിച്ചു മാറ്റിയതാണ്. അപ്പോ ഇപ്പൊ IT വന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് അത് പൊളിഞ്ഞത്. അതിന്റെ പേരിൽ മാനം കെടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങേര് ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിഭാഗം വന്നിരുന്നു. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് നമ്മളും നമ്മളെ സൃഷ്ടാവും മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളത് ഒരാൾ വിചാരിച്ചാൽ അവിടെ കാരുണ്യത്തിന്റെ പ്രവർത്തനം മാത്രമേ നടക്കൂ. അല്ല സോഷ്യൽ മീഡിയയിൽ കൂടെ കടന്നിട്ട് നമ്മൾ എന്താ പറയാ പ്രൊമോട്ട് ചെയ്യലും. ഇപ്പൊ ഈ അച്ചായന്റെ തന്നെ എടുത്തു പറയുന്ന വിഷയങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ ബൂസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ്. എങ്ങനെ എല്ലാവരുടെ ഇടയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇത് ബൂസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ബൂസ്റ്റ് ചെയ്തിട്ടൊക്കെ വീഡിയോ വരികയാണെങ്കിൽ അതിൽ സംശയിക്കാനുള്ള കാരണമില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ. പക്ഷെ നല്ലത് എന്ന് പറഞ്ഞു കിട്ടാൻ വലിയ പാടാ. അതിപ്പോ അച്ചായെന്നല്ല, ഏത് ചായനായാലും ശരി, ഒരു മനുഷ്യനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്നുള്ളത് വലിയ പാടാ. ഇനി ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം പറയട്ടോ. കാരണം പുള്ളിക്കാരൻ ഇപ്പൊ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തില്ല അതൊന്നുമല്ല. എന്ത് സോഷ്യൽ മീഡിയയിൽ ആളാവാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരു കുടുംബത്തിനെങ്കിൽ ഒരു കുടുംബത്തിന്റെ കണ്ണീര് അയാൾ ഒപ്പിടുത്തോ, അതിന് എനിക്ക് അയാൾക്ക് 100-ൽ 100 മാർക്ക് കൊടുത്തേ പറ്റൂ. കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ അയാളുടെ പേഴ്സണൽ കാര്യമാണ്. ഒരു നന്മ ചെയ്യുന്ന ഒരു മനുഷ്യൻ അതേപോലെ തന്നെ നന്മയായി ജീവിക്കണം എന്നൊന്നും നിർബന്ധമല്ല. എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഉണ്ട് ഒരു മൃഗം. ആ മൃഗം ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് പുറത്ത് ചാടാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് മുതലെടുത്തിട്ട് ഒരു മനുഷ്യനെ പറ്റ താറടിച്ച് കാണിക്കുക എന്ന് പറയുന്നത്
ഈ യൂട്യൂബേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനും വീഡിയോ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ ഇത് കാരണം അയാൾ ഈ പരിപാടി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രതീക്ഷിച്ചിട്ട് നിൽക്കുന്ന കുറെ കുടുംബങ്ങളുണ്ട്. അവരോടൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാവും. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ്, നിങ്ങൾക്ക് അങ്ങനെ അച്ചായം സോഷ്യൽ മീഡിയയിൽ ഇത് പബ്ലിക്കായിട്ട് ഇങ്ങനെ ഇടുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെയാണ് പ്രശ്നമെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങളത് ബ്ലോക്ക് ചെയ്ത് വെക്കുക, അതല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്ത് ഒഴിവാക്കി മാറ്റി നിർത്തുക. അവർ ചെയ്യുന്നത് ചെയ്തോട്ടെ. എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ അയാൾ അങ്ങനെ അയാളുടെ ബിസിനസ് വളർത്താനാണെന്ന് വിചാരിക്കുക, നമുക്ക് അങ്ങനെ തന്നെ വിചാരിക്കാം. അയാൾ ഇതൊരു നല്ല മനസ്സുകൊണ്ടല്ല, അയാളുടെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് തന്നെ അങ്ങനെ തന്നെ വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുന്ന പോലെ അവരോടാട്ടോ ഞാൻ പറയുന്നത്. ഇവിടെ ഹണി റോസിനെ, മറ്റേ എന്താ പറയാ നവ്യ ചോപ്പിനെ, അങ്ങനെ വേറെ ഏതോ ഒരു മഞ്ഞ, അങ്ങനെ കുറെ ആളുകൾ ഉണ്ടല്ലോ ഈ ഉദ്ഘാടനത്തിന് കൊണ്ട് ഒന്നും വേണ്ട. ഈ ജാസിനി ആശിനി ഉദ്ഘാടനത്തിന് വിളിച്ചിട്ട് പൈസ കൊടുക്കുന്ന ആ ഒരു പൈസ അയാൾ അങ്ങനെ കൊടുക്കാണ്ട് അത് അതിന്റെ കറക്റ്റ് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ മറ്റേ സെലിബ്രിറ്റികളൊക്കെ വന്നിട്ട് ഒരു ഉദ്ഘാടനം ചെയ്തു, ഒരു നാട മുറിച്ചിട്ട് ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇനി യൂട്യൂബിൽ ഇരുന്നിട്ട് ഈ അച്ചായനെ പറയുന്ന എത്ര മഹാന്മാരുണ്ട്. അച്ചായം അവരുടെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. ആ ആരെങ്കിലും ഒരാളെ സഹായിക്കുന്നതായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടോ? അപ്പൊ എന്താ വെച്ചാൽ തിന്നൂല്ല തീറ്റിക്കൂല്ല. അപ്പൊ അത്ര ആളുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. എപ്പോഴും നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. എന്തായാലും ഈ വീഡിയോ കൂടി കണ്ടോ. ഓക്കെ, അത് നിർത്താൻ ആരെ കൊണ്ട് പറ്റും? ചുണകളും വരട്ടെ, നിർത്താൻ എന്റെ മുമ്പിൽ വരട്ടെ, നിർത്താൻ ചാരിറ്റി നിർത്താൻ ഒരാളെ ഞാൻ സമ്മതിക്കും. അത് അച്ഛൻ കണ്ടിന്യൂ ചെയ്യും. അതിന് ആരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കാണാത്തതില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ചാരിറ്റിയുടെ പേരിൽ. കേട്ടോ നിങ്ങളെ, പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങളിലൊരു ന്യായമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടെ പലരെയും പറ്റിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ എത്രയോ പൈസ ഓരോ സ്കാനർ കാണുമ്പോഴത്തേക്ക് നമ്മളിടും, എന്തെങ്കിലും ആവട്ടെ, ശരിയോ തെറ്റോ എന്നൊക്കെ വിചാരിച്ചിട്ട് 100 രൂപയെങ്കിലും മിനിമം ഇട്ട് കൊടുക്കാത്ത മനുഷ്യരില്ല. പക്ഷെ ഇതൊക്കെ എവിടെ എത്തണോ എങ്ങനെ എത്തണോ എന്നുള്ള ആർക്കും അറിയില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങേരുടെ ബിസിനസിന്റെ ലാഭത്തിൽ നിന്നാണെന്ന് പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് മൂപ്പർക്ക് ചെയ്തുകൂടാ? അയാള് ഒരു പിരിവ് നടത്തി എല്ലാവരും ഇതിലേക്ക് ഇടൂ, ഞാൻ കൊണ്ടു കൊടുക്കാം എന്ന് പറഞ്ഞ ആളാകാനൊന്നും അല്ലല്ലോ അയാള് മറ്റേ ഇതിലേക്ക് മുൻകൈ എടുത്ത് വന്നത്. അയാളുടെ കാശ് അയാൾ അധ്വാനിച്ച് അയാളുടെ സമ്പത്തുനിന്ന് എടുത്തിട്ടാണ് ഈ മറ്റേ സഹായങ്ങൾ അയാൾ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ എന്താ അയാൾ പ്രൊമോഷൻ ആയിക്കോട്ടെ, എന്താ കുഴപ്പം? ആർക്കാ കുഴപ്പം? എന്തിനാ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ വെറുതെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊന്നോട്ട് ചെയ്യൂല, ചെയ്യുന്നവരെ മുഴുവൻ പരിഹസിക്കുകയും ചെയ്യുക. അത് അത്ര നല്ല സ്വഭാവമല്ല. അപ്പൊ ഇയാളെ കുറിച്ചിട്ട് മോശമായിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് പലതരത്തിലുള്ള വീഡിയോസുകൾ ചെയ്തതായിട്ട് ഞാൻ കണ്ടു. അങ്ങനത്തെ വീഡിയോസിനൊന്നും ദയവ് വിചാരിച്ചിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. ഒരു കുടുംബമെങ്കിൽ ഒരു കുടുംബം ഇങ്ങനെയും കൊണ്ട് കഴിച്ചിലായതാ. അയാളെ ഉദ്ദേശം എന്തോ ആയിക്കോട്ടെ, അയാളെ സഹായിക്കുന്നുണ്ടോ സഹായിച്ചിട്ടുണ്ടോ അത് മാത്രം നോക്കുക. അപ്പോൾ ഓക്കെ.